Today's video is going to be in Malayalam, so all my non-Malayali subscribers, please keep the captions on. ഹായ് ഹലോ നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ദയവായി ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കായ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി കായ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ അവിയൽ അങ്ങനത്തെ കറികളല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് അതുകൊണ്ട് ഒരു കബാബ് ഉണ്ടാക്കാം. പച്ചക്കായ കൊണ്ട് ഒരു കബാബാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റഫിംഗ് ഒക്കെ ഉള്ള ഒരു കബാബാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും, എന്നാൽ അത്ര മെനക്കെടേണ്ട ആവശ്യമില്ല. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കബാബ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ 2 കായ ഞാൻ എടുത്തിട്ട് അതിൻ്റെ അറ്റം കളഞ്ഞ് അതിലൊരു സ്ലിറ്റ് ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ച് കായയുടെ തൊലി കളഞ്ഞ് അതിനെ തണുപ്പിച്ച് മാഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ നിന്ന് നോക്കുക. ഇത് കോൺഫ്ലവർ, പിന്നെ കുറച്ച് ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, ഏലക്ക പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, പെരിഞ്ചീരകം പൊടിച്ചത്, ഇത് ചുക്ക്, പിന്നെ ഇത് പട്ടയുടെ പൊടി. ഇതുകൂടാതെ നമുക്ക് കുറച്ച് ഉപ്പും ബട്ടറും ആവശ്യം വരും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തു. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മളിവിടെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഈ കായനൊന്ന് ഈ ബട്ടറിൽ മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ട് കളർ മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. നേരിയതായിട്ട് കളർ മാറുന്നവരെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഏലക്കാപ്പൊടി, പട്ട പൊടിച്ചത്, ചുക്ക്, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ പൊടികൾ മിക്സായി എന്ന് നോക്കണം. ഇനി നമുക്ക് ഈ മിശ്രിതം ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ കബാബിൻ്റെ കവറിങ് റെഡി ആയിട്ടുണ്ട്, നല്ലോണം തണുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ, ആട്ട, പിന്നെ ഒരു നാരങ്ങയുടെ തൊലി ഞാൻ അതും കൂടി ആഡ് ചെയ്യാം. അതുപോലെ മിക്സ് ചെയ്യുക. റെഡിയായി. ഇനി നമുക്ക് സ്റ്റഫിംഗ് ഉണ്ടാക്കാം. സ്റ്റഫിങ്ങിനായിട്ട് ഞാനിവിടെ ഗ്രേറ്റഡ് ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് അല്ലെങ്കിൽ പനീർ ഏതായാലും ഉപയോഗിക്കാം. ഹാർഡ് ചീസ് ആണെങ്കിൽ ഗ്രേറ്റ് ചെയ്യാൻ സൗകര്യമായിരിക്കും. അപ്പോൾ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മാതള നാരങ്ങ അല്ലെങ്കിൽ പോമിഗ്രാനൈറ്റ് ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളക് അരിഞ്ഞതും മല്ലിയില അരിഞ്ഞത്. ഒരു ലൈം സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ്. ഇത്ര ആഡ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റഫിംഗ് റെഡിയായി. നമുക്കിനി കബാബ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതിൽ നിന്നൊരു ഉണ്ട എടുത്തിട്ട് ഫ്ലാറ്റൻ ഔട്ട് ചെയ്യാം. അതിൻ്റെ നടുക്ക് സ്റ്റഫിംഗ് വെക്കാം.
മുട്ട ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് സ്റ്റഫിങ് അതിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്യാം. നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ആദ്യത്തെ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള കബാബ് നമുക്ക് ചെയ്യാം. അപ്പോൾ കബാബുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാനിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാം. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കബാബുകൾ ഇതിലേക്ക് ഒന്നൊന്നായിട്ട് ഇടാം. ചൂടായിട്ടുണ്ട്. നമുക്ക് കബാബ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ കായ കൊണ്ടുള്ള കബാബ് റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി കമൻസിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.